നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കന്നഡയിൽ സത്യവാചകം ചൊല്ലി MLA ആയി ചുമതലയേറ്റ AKM അഷ്റഫ് മലയാളത്തിലും ഇംഗ്ലീഷിലും സത്യപ്രതിജ്ഞയ്ക്കിടയിൽ കന്നഡയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് നിയമസഭയിൽ വേറിട്ട അനുഭവമായി. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് പറഞ്ഞ VD സതീശനാണ് അധികാരത്തിൽ കയറിയ ഉടൻ 1000 കോടിയുടെ പെൻഷൻ വിതരണം ചെയ്തതെന്ന് MV ജയരാജൻ കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. അനന്തപുരം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പരിസര മലിനീകരണത്തിനും ദുർഗന്ധത്തിനും അടിയന്തര പരിഹാരം കാണാനും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാനും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. വിവിധയിടങ്ങളിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഐറിസ് ആർട്ട് സെന്റർ നടത്തുന്ന കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 23 വരെയാണ് പ്രദർശനം നടക്കുന്നത്. കാസർഗോഡ് ശോഭിക വെഡിംഗ്സിൽ വലിയ പെരുന്നാൾ വലിയ വൈബ്. ഈദ് ക്യാമ്പയിന്റെ ലോഗോ ലോഞ്ച് നടന്നു. വാർത്തകൾ വിശദമായി. കന്നഡയിൽ സത്യവാചകം ചൊല്ലി MLA ആയി ചുമതലയേറ്റ AKM അഷ്റഫ് മലയാളത്തിലും ഇംഗ്ലീഷിലും സത്യപ്രതിജ്ഞയ്ക്കിടയിൽ കന്നഡയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് നിയമസഭയിൽ വേറിട്ട അനുഭവമായി. കാസർഗോഡിന്റെ ഭാഷാ വൈവിധ്യം നിയമസഭയിൽ പകർന്നു നൽകിയ AKM അഷ്റഫിന്റെ സത്യപ്രതിജ്ഞയെ മികച്ച കയ്യടിയോടെയാണ് സഭ ശ്രവിച്ചത്. സത്യപ്രതിജ്ഞാ ദൃശ്യങ്ങളിലേക്ക്. AKM ಅಶ್ರಫ್ ಎಂಬ ನಾನು ವಿಧಾನಸಭೆಯ ಸದಸ್ಯನಾಗಿ ಚುನಾಯಿತನಾದವನಾಗಿ ಕಾನೂನಿನ ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನದ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನು ಹೊಂದಿರುತ್ತೇನೆಂದು, ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ನಾನು ಈ ಕೈಗೊಳ್ಳಲಿರುವ ಕರ್ತವ್ಯವನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಸೃಷ್ಟಿಕರ್ತನಾದ ನಾದನ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് പറഞ്ഞ VD സതീശനാണ് അധികാരത്തിൽ കയറിയ ഉടൻ 1000 കോടിയുടെ പെൻഷൻ വിതരണം ചെയ്യുന്നത്. മുൻപ് കേരളത്തിന്റെ കുറ്റി പൊരിച്ചു കളയാൻ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി വന്ദേ ഭാരത് വന്നപ്പോൾ ആദ്യ യാത്രക്കാരനായി ഉണ്ടായിരുന്നു എന്നത് മറക്കരുത്. അതുകൊണ്ട് തന്നെ കേരളയിൽ പദ്ധതി അവസാനിപ്പിച്ച സർക്കാർ ഭാവിയിൽ വയനാട് തുരങ്ക പദ്ധതിക്കും ദേശീയപാത വികസനത്തിനും സ്റ്റോപ്പ് മെമ്മോ നൽകുമോ എന്നതാണ് അറിയേണ്ടതെന്നും MV ജയരാജൻ കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. സിൽവർ ലൈൻ വേണ്ടെന്നാണ് അവരുടെ നയം. അതേ UDF വന്ദേ ഭാരത് വന്നപ്പോ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സിൽവർ ലൈനിന്റെ കുറ്റി പൊരിക്കാനുള്ള സമരത്തിൽ പങ്കെടുത്ത തൃക്കാക്കര MLA വന്ദേ ഭാരത് വന്നപ്പോ എറണാകുളത്ത് ഏറ്റവും ആദ്യം വണ്ടി കയറിയിട്ടുമുണ്ട്. ഇനി അവർ വയനാട് തുരങ്കപാത പാതി വഴിയിൽ നിർത്തിയിട്ട് പണി റദ്ദാക്കാനുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇനി അവർ ദേശീയപാത അവശേഷിക്കുന്നത് പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ സ്റ്റോപ്പ് മെമ്മോ കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കുമോ എന്നാണ് അറിയാനുള്ളത്. അനന്തപുരം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പരിസര മലിനീകരണത്തിനും ദുർഗന്ധത്തിനും അടിയന്തര പരിഹാരം കാണാനും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാനും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. BJP നേതാക്കൾക്കും പ്രദേശവാസികൾക്കുമൊപ്പം ഇൻഡസ്ട്രിയൽ ഏരിയയിലെ വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ML അശ്വിനി. വ്യവസായവൽക്കരണം ജനങ്ങളുടെ സാമ്പത്തികമായ പുരോഗതിക്ക് അനിവാര്യമാണെന്നും എന്നാൽ ജനങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നതും ജലസ്രോതസ്സുകളെയും അന്തരീക്ഷവും മലിനപ്പെടുത്തുന്നതുമായ വ്യവസായങ്ങളും വേണ്ടെന്നു വയ്ക്കുവാൻ വ്യവസായ വകുപ്പ് തയ്യാറാകണമെന്നും ML അശ്വിനി പറഞ്ഞു. ഇന്ന് അനന്തപുര ഇൻഡസ്ട്രിയൽ പ്ലാന്റിന്റെ അടുത്താണ് സ്ഥലത്തിലാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ കുറച്ച് പ്രവർത്തകന്മാരുണ്ട്. ഈ നാടിന്റെ ആൾക്കാർ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ വണ്ടിയിൽ ഇറങ്ങി പുറത്തേക്ക് വന്നപ്പാടന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഒരു 5 മിനിറ്റ്സും പോലും നമുക്ക് ആ ശ്വാസം എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പം നമ്മളിപ്പോൾ നിന്നിട്ടുള്ളത്. അപ്പോൾ ജനസാമാന്യരായിട്ടുള്ള ഇതിൻ്റെ അടുത്ത് വീടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? വളരെ വിഷമത്തോടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളത്. നമുക്ക് ഇൻഡസ്ട്രീസ് വേണം, ഡെവലപ്മെൻറ്റ്സുകൾ വേണം. പക്ഷേ ഈ ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായിട്ട് ജനസാമാന്യർക്ക് മീൻസ് ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒരു രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇവിടെ
ഇവിടെ അവർ വർക്ക് നടക്കേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ ജനങ്ങൾക്ക് പ്രോബ്ലംസ് കൊടുത്തുകൊണ്ട് മീൻസ് എയർ ഫിൽട്രേഷനും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് ഇവിടെ മാലിന്യ രീതിയായിട്ടുള്ള എയർ ആണ് ജനങ്ങൾ ഇവിടെ ശ്വാസത്തിൽ എടുക്കുന്നുള്ളതാണ്. നമ്മൾ ജനങ്ങൾ പാവപ്പെട്ടവരാണ്, ഇവിടുന്ന് ചേഞ്ച് ആയിട്ട് വേറെ സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല. അവർക്ക് വീട് അടിച്ചിട്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇന്ന് ഉള്ളത്. ചില വീട്ടിൽ കുട്ടികൾ ഈ സ്മെല്ല് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല, ചില കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, ചിലർക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെല്ലാം ആരാണ് ഉത്തരവാദിത്തം? നമുക്ക് ഇപ്പോഴും ഞങ്ങൾ പറയുന്നുള്ളത് സർക്കാർ കൊടുത്തിട്ടുള്ള നിബന്ധനകൾ എന്തുണ്ട്, ആ എയർ ഫിൽട്രേഷൻസ്, ആ ഒരു സ്മെല്ലും പുറത്തു വരാത്ത രീതിയിൽ നിങ്ങളെ ഇൻഡസ്ട്രീസ് വർക്ക് നടപ്പിലാക്കുക. അല്ലെങ്കിൽ ഇതൊരു സൂചനമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇനി വരുന്ന ദിവസം ഇതേപോലെ എന്തെങ്കിലും സ്മെല്ലുകൾ പുറത്തൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രീസ് ഇവിടെ ഉണ്ടാവുന്നില്ല. അതൊക്കെ നമ്മൾ ഈ കാസർഗോഡ് BJP ജില്ലാ ഘടകം മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധം നടത്തിക്കൊണ്ട് ഈ ഇൻഡസ്ട്രികൾ നമ്മൾ നിർത്തും. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, മണ്ഡലം പ്രസിഡന്റ് സുനിൽ അനന്തപുരം, മണ്ഡലം വൈസ് പ്രസിഡന്റ് വിക്രം പൈ, മണ്ഡലം സെക്രട്ടറി പ്രദീപ് കുമാർ, വിനോദ് കോയിപ്പാടി, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ദയാനന്ദ, അജയ് നായിക, പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ML അശ്വിനിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. രാജീവ് ഗാന്ധിയുടെ 36ാം രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന്. ജില്ലയിലെ KPCCയുടെയും AICCയുടെയും ആഹ്വാനപ്രകാരം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ഒട്ടനവധി വിവിധങ്ങളായ പരിപാടികൾ രാജ്യത്തൊട്ടാകെ കേരളത്തിലാണ് നടത്തിയത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ നടക്കുന്ന പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവുമാണ് നടക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി മുൻ പ്രധാനമന്ത്രിയും മുൻ AICC അധ്യക്ഷനുമായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ തുടിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ നിത്യശാന്തി നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകും. കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. DCC ഓഫീസിലായിരുന്നു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനമന്ത്രിയും മുൻ AICC അധ്യക്ഷനും ഇന്ന് രാജ്യത്ത് കാണുന്ന എല്ലാ മാറ്റങ്ങൾക്കും നേതൃത്വം കൊടുത്ത ശ്രീ രാജീവ് ഗാന്ധിയുടെ 36ാം രക്തസാക്ഷിത്വ ദിനം ഇന്ന് രാജ്യത്തും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തും വിപുലമായ പരിപാടികളോടുകൂടി ആചരിക്കുക. കാരണം ശ്രീ രാജീവ് ഗാന്ധി അദ്ദേഹം പ്രധാനമന്ത്രിയായ സമയത്ത് രാജ്യത്തുണ്ടാക്കിയ മാറ്റങ്ങളാണ് ഇന്ന് ഇന്ത്യ ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലയെടുപ്പോടുകൂടി നിൽക്കുവാനുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ ഗോവിന്ദൻ നായർ, DCC ഭാരവാഹികളായ സോമശേഖര, M കുഞ്ഞമ്പു നമ്പ്യാർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് US ബാലൻ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ അർജുനൻ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കാണുന്ന IT സാങ്കേതിക വിദ്യ പരിജ്ഞാനത്തിനായി എത്തിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷം നടത്തിയ അനുസ്മരണ യോഗം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു.
നേതാക്കളായ PV കണ്ണൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ, M രജീഷ് ബാബു, KP ദിനേശൻ, K ശശി, സുനിത രവി, T സുരേഷൻ, KNC ഇബ്രാഹിം, ശ്രീധരൻ കഞ്ചിയിൽ, TV ആനന്ദകൃഷ്ണൻ, V മനോഹരൻ, N ചന്ദ്രൻ, PP ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പിയായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എന്ന അഡ്വക്കേറ്റ് TK സുധാകരൻ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി 36ാമത് രക്തസാക്ഷിത്വ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക ഇന്ത്യയുടെ ശില്പി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എന്ന അഡ്വക്കേറ്റ് TK സുധാകരൻ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി 36ാമത് രക്തസാക്ഷിത്വ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 36ാം വർഷത്തിലേക്ക് കടന്നുപോകുന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനം ആചരിച്ചു കാണുന്നു. എന്തുകൊണ്ട് രാജീവ് ഗാന്ധിയെ സ്മരിക്കണം എന്ന് ചോദിച്ചാൽ, ഇന്ന് രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ഒരംഗമാണ് അദ്ദേഹം. ഭാരതത്തിന് വേണ്ടി എൻ്റെ ചോരയും നീരും വളമായി തീരുമെങ്കിൽ അതാകട്ടെ എന്ന് പ്രഖ്യാപിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധി ഒറീസയിൽ നിന്നും ഡൽഹിയിലേക്ക് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും പിറ്റേന്നാൾ കാലത്ത് ഒക്ടോബർ 31 അവരെ സത്വം സിംഗും ഭീം സിംഗും എന്ന് പറയുന്ന 2 സിഖ് ഭീകരന്മാർ സ്റ്റൺ ഗണ്ണുകളെ കൊണ്ട് വെടിയുണ്ടകൾ ഉതിർത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വധിക്കുകയുണ്ടായി. അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് വരാൻ വൈമനസ്യം കാണിച്ച ശ്രീ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുകയുണ്ടായി. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി M അസ്നാർ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KK ബാബു, ദലിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KP മോഹനൻ, KSSPA
ജില്ലാ സെക്രട്ടറി KP ബാലകൃഷ്ണൻ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ ടിറ്റോ ജോസഫ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, ബൂത്ത് പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ, കൌൺസിലർമാർ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡയറക്ടർമാർ, സഹകരണ സംഘം പ്രസിഡന്റുമാർ, ഡയറക്ടർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മണ്ഡലം സെക്രട്ടറി രാജൻ ഐങ്ങോത്ത് സ്വാഗതവും സുരേഷ് കോട്ടർച്ചാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഐറിസ് ആർട്സ് സെന്റർ നടത്തുന്ന കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 23 വരെയാണ് പ്രദർശനം നടക്കുന്നത്. ഐറിസ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന സമ്മർ ആർട്ട് എക്സിബിഷൻ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് ഇഷാന എസ്പാൽ ഉദ്ഘാടനം ചെയ്തു. ചിത്രം വരച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചിത്രം പഠിക്കുന്നതിന് വിനോദാശത്താണ് ഐറിസ് ചിത്രകലാകാരന്. അപ്പോൾ ഐറിസിൻ്റെ ഒരു എക്സിബിഷനിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്കെച്ച് ബുക്ക് നമ്മളിങ്ങനെ വെറുതെ വരക്കുന്നതാണ് വീട്ടിൽ എങ്കിൽ പോലും അതിനും കൂടി ഒരു പ്രാധാന്യമുണ്ട്. കുട്ടികൾ ചെയ്യുന്ന വെറുതെ എഴുതുന്നത്, വരക്കുന്നത്, ചില പേപ്പറിൽ മുറിച്ച് ഒട്ടിച്ചിട്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്, അക്ഷരങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്കെച്ച് ബുക്ക് നിങ്ങൾക്ക് കാണാൻ അതിൻ്റെ ഏറ്റവും പുറകിൽ സ്കെച്ച് ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു എക്സിബിഷൻ ഇപ്രാവശ്യത്തത് പ്ലാൻ ചെയ്തത്. ഇതിൽ നിന്ന് ഫ്രെയിം ചെയ്ത് കുട്ടി ഇതിനു മുമ്പൊക്കെ ചെയ്തത് ഫ്രെയിമൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഭംഗിയായിട്ട് അവർ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത പെയിൻറ്റിംഗ് ആണ്. ഇത് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് ചെയ്തതാണ്. വളരെ പെട്ടെന്ന് ചെയ്ത് അതേസമയത്ത് അവരുടെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ വരച്ച ചിത്രങ്ങൾ കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 45 കുട്ടികളാണ് ഈ ഷോയിൽ പങ്കെടുക്കുന്നത്. അധികം ചിത്രങ്ങൾ ഈ വെക്കേഷൻ്റെ സമയങ്ങളിൽ ഈ ഇടയ്ക്കൊക്കെ ചെയ്ത ചിത്രങ്ങളാണുള്ളത്. ചെറിയ കുട്ടികളുണ്ട്, അതുപോലെ കുറച്ച് മുതിർന്ന കുട്ടികളുണ്ട്. ജില്ലയിലെ 45 കുട്ടികൾ പ്രദർശനത്തിൽ പങ്കെടുത്തു. താളുകൾ മറിച്ചു നോക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾ തയ്യാറാക്കിയ സ്കെച്ച് ബുക്കുകൾ, ഉണങ്ങിയ ഇലകളിൽ പെയിന്റ് ചെയ്ത മനോഹരമാക്കിയ ക്രാഫ്റ്റ് വർക്കുകൾ, കാൻവാസിലും പേപ്പറിലും ചെയ്ത കലാസൃഷ്ടികൾ തുടങ്ങി വ്യത്യസ്ത മാധ്യമങ്ങളിൽ രചിച്ച കലാസൃഷ്ടികൾ ശ്രദ്ധേയമായി. പത്രത്താളുകൾ, മാഗസിൻ, കാർഡ്ബോർഡ് എന്നിവയെല്ലാം ചേർത്ത് കഥയും ചിത്രവും ചേർന്ന സപ്തനയുടെ ചിത്രപുസ്തകം, ജോന അരുൺ വരച്ച ഇലസ്ട്രേഷൻ ചിത്രങ്ങൾ, സാംവേദ് പ്രസാദിന്റെ ഡൂഡിൽ ആർട്ട് എന്നിവ പ്രദർശനത്തിനെത്തിയ ആസ്വാദകരുടെ മനം കവർന്നു. പ്രദർശനം 23-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ശോഭിക വെഡിങ്സിൽ വലിയ പെരുന്നാൾ വലിയ വൈബ് ഈദ് ക്യാമ്പയിന്റെ ലോഗോ ലോഞ്ച് ചടങ്ങ് ആഘോഷപൂർവ്വം നടന്നു. ഉപഭോക്താക്കൾക്ക് ഈദ് ആഘോഷത്തെ കൂടുതൽ മനോഹരമാക്കുവാൻ വൈവിധ്യമാർന്ന കളക്ഷനുകളും പ്രത്യേക ഷോപ്പിംഗ് അനുഭവവും ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ശോഭിക വെഡിങ്സിൽ വലിയ പെരുന്നാൾ വലിയ വൈബ് ഈദ് ക്യാമ്പയിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. വസ്ത്രവ്യാപാര രംഗത്ത് പാരമ്പര്യവും വിശ്വാസവും കൈവരിച്ച് കാസർഗോഡിന് പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങൾ പകർന്നു നൽകുന്ന കാസർഗോഡ് ശോഭിക വെഡ്ഡിങ്സിൽ വലിയ പെരുന്നാൾ വലിയ വൈബ് ഈദ് ക്യാമ്പയിൻ്റെ ലോഗോ ലോഞ്ച് ചടങ്ങ് ആഘോഷപൂർവ്വം നടന്നു. 2026 ഈദ് കളക്ഷനെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക പ്രചാരണ പരിപാടിയുടെ ഔപചാരിക തുടക്കമായാണ് ലോഗോ പ്രകാശനം നടത്തിയത്. ഉപഭോക്താക്കൾക്ക് ഈദ് ആഘോഷത്തെ കൂടുതൽ മനോഹരമാക്കുന്ന വൈവിധ്യമാർന്ന കളക്ഷനുകളും പ്രത്യേക ഷോപ്പിംഗ് അനുഭവവും ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ക്യാമ്പയിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ചടങ്ങിൽ കാസർഗോഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റായ ഡോക്ടർ ഷെയ്ഖ് ബാവയും ജനറൽ സെക്രട്ടറിയായ ഫത്താഹ് ബങ്കരയും മുഖ്യാതിഥികളായിരുന്നു. ഇത് കുറച്ചും കൂടി ഗംഭീരമായൊരു പ്രോഗ്രാമാണ് ശോഭിക ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ ലോഗോ വലിയ പെരുന്നാൾ വലിയ വൈബ് ഒരു വല്ലാത്തൊരു പേരും കൂടിയാണ് ഈ ശോഭികയിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ലോഗോ പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ ആദ്യമായി നിങ്ങളോട് വളരെയേറെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാസർഗോഡ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഇവിടെ നിൽക്കുമ്പോൾ കാസർഗോഡ് എന്ന ഈ മണ്ണിലേക്ക് ശോഭിക എന്ന് പറയുന്നുള്ള ഇത്രയും വലിയൊരു ബ്രാൻഡായിട്ട് വരുമ്പോൾ കാസർഗോഡുകാർ എന്നും പ്രതീക്ഷിച്ചിരുന്നെന്ന് പറഞ്ഞാൽ
വലിയ രീതിയിലുള്ള ഒരു ഷോറൂമായിരിക്കും എന്ന്. ഞാനൊക്കെ വിചാരിച്ച ഒരു ചെറിയൊരു ആദ്യത്തെ ഒരു ഫ്ലോർ ആയിരിക്കും മാത്രമൊന്ന്. പിന്നീടാണ് ഈ ശോഭികയുടെ മാറ്റം ശരിക്കും നമ്മൾക്ക് പ്രകടമായിട്ടുള്ളത്. ഒരു ഷോറൂം, ഒരു ബിൽഡിങ് മൊത്തമായിട്ട്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ബിൽഡിങ്ങാണ് UK യൂസഫ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞതാണ് എന്നോട്. അപ്പോൾ നമ്മൾ വിചാരിച്ച ആദ്യമായിട്ട് ചെറിയൊരു ഷോറൂം ആയിരിക്കും എന്ന്. അപ്പോൾ പിന്നീട് ഈ ഷോറൂമിൻ്റെ വലിയൊരു രീതിയിലുള്ള ഒരു മാറ്റം കാണുമ്പോൾ കാസർഗോഡിലേക്ക് ഇതൊരു വലിയൊരു വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലായിട്ട് മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനാദ്യമായിട്ട് ഈ ശോഭികയുടെ അംഗങ്ങളെയും അതുപോലെ തന്നെ ശോഭികയുടെ മാനേജ്മെൻറ്റിനെയും കാസർഗോട്ടേക്ക് വന്നിട്ട് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തിട്ട് കാസർഗോട്ടുകാരെ എന്താണ് പറയുന്നത്, നിങ്ങൾ മുഖവിലേക്കെടുത്തതിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ നന്ദി അറിയിക്കുകയാണ്. ചടങ്ങിൽ ശോഭിക വെഡ്ഡിംഗ്സ് ഡയറക്ടർ ഷിഹാബ്, ഷോറൂം മാനേജർമാരായ അംജദ്, റജീഷ്, മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. വലിയ പെരുന്നാൾ വലിയ വൈബ് ക്യാമ്പയിനിൽ ഉപഭോക്താക്കൾക്ക് പുതുമയും ആഘോഷഭാവവും നിറഞ്ഞ ഈദ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ശോഭിക വെഡ്ഡിംഗ്സ് മാനേജ്മെന്റ് അറിയിച്ചു. ഉപഭോക്താക്കളുടെ മികച്ച പിന്തുണയാണ് ശോഭിക വെഡ്ഡിംഗ്സിന് ലഭിക്കുന്നതെന്നും തുടർന്നും ഈ പിന്തുണയുണ്ടാകണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന മാർഷൽ ആർട്സ് ഫെസ്റ്റിന് സമാപനമായി. പവർ ലിഫ്റ്റിംഗ്, ആം റെസ്ലിംഗ് മേഖലയിലെ അന്താരാഷ്ട്ര താരം പ്രതീഷ് മീത്തൽ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെയ് 14 മുതൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന മാർഷൽ ആർട്ട് ഫെസ്റ്റിന് സമാപനമായി. അവസാന 2 ദിവസങ്ങളിലായി നടന്ന തൈക്കോണ്ടോ മത്സരത്തിൽ യോധ തൈക്കോണ്ടോ അക്കാദമി കാസർഗോഡ് 177 പോയിന്റുകളോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. തൈക്കോണ്ടോ അക്കാദമി പൊയ്നാച്ചി 133 പോയിന്റുകളോടെ റണ്ണറപ്പായി. തൈക്കോണ്ടോ അക്കാദമി വെള്ളിക്കോത്ത് 108 പോയിന്റുകൾ നേടി 3ാം സ്ഥാനം കരസ്ഥമാക്കി. 6 ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ കരാട്ടെ, വുഷു, കളരിപ്പയറ്റ്, ജൂഡോ, ബോക്സിംഗ്, ആം റെസ്ലിംഗ്, തൈക്കോണ്ടോ എന്നീ 7 കായിക ഇനങ്ങളിലുള്ള മത്സരങ്ങളാണ് നടന്നത്. അന്താരാഷ്ട്ര കായിക താരങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ നടന്ന ഉദ്ഘാടന, സമാപന ചടങ്ങുകളിലും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്ന ചടങ്ങിലും പങ്കെടുത്തു. സംഘാടനം കൊണ്ടും കായിക താരങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും വലിയ തോതിൽ ബഹുജന ശ്രദ്ധ ആകർഷിച്ചതുമായ മത്സരമായി മാർഷൽ ആർട്ട് ഫെസ്റ്റ് മാറി. 1500-ൽ അധികം കായിക താരങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. സാധാരണയായി ജില്ലാ മത്സരങ്ങളിൽ മാത്രമാണ് കായിക താരങ്ങൾക്ക് അവസരം ലഭിക്കാറുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള കായിക മത്സരങ്ങൾ കൂടുതൽ കായിക താരങ്ങൾക്ക് കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നു. പവർ ലിഫ്റ്റിംഗ്, ആം റെസ്ലിംഗ് മേഖലയിലെ അന്താരാഷ്ട്ര താരം പ്രതീഷ് മീത്തൽ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ മാർഷൽ ആർട്സ് ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. 14-ാം തീയതി മുതൽ 19-ാം തീയതി വരെയായിരുന്നു മാർഷൽ ആർട്സ് ഫെസ്റ്റ് ഇവിടെ നടത്തിയത്. 7ഓളം കായിക ഇനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. നിർഭാഗ്യവശാൽ 19-ാം തീയതി നമുക്ക് ഇവിടെ മത്സരം നടത്താൻ സാധിച്ചില്ല. ഈ മത്സരത്തിൻ്റെ സംഘാടക മികവ് എന്ന് പറയുന്നത് ഒളിമ്പിക് അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ ആത്മാർത്ഥമായ സഹകരണവും കായിക സംഘടനകളുടെ സഹകരണവും കായിക പ്രേമികളുടെ സഹകരണവും കായിക താരങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസുമാണ് നമ്മളിവിടെ കണ്ടത്. ഇത് കേരളത്തിലെ മറ്റുള്ള ജില്ലകളിൽ ഇതുപോലൊരു മാർഷൽ ആർട്സ് ഫെസ്റ്റ് നടത്താനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് എന്ന് സംഘാടകരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ MK രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M അച്യുതൻ സ്വാഗതവും M കുഞ്ഞബ്ദുള്ള നന്ദിയും പറഞ്ഞു. KBM ഷെരീഫ്, ലത്തീഫ് പെരിയ, M രാമകൃഷ്ണൻ, KV രാമകൃഷ്ണൻ, സെബാസ്റ്റ്യൻ, സജീവൻ വെങ്ങാട്ട്, പ്രകാശ് BI, ഗംഗാധരൻ, പ്രഭാകരൻ K തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും
തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lines. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. കേരയിൽ പദ്ധതി റദ്ദ് ചെയ്ത UDF സർക്കാർ നടപടിയെ തുടർന്ന് മഞ്ഞക്കുറ്റി പിഴുതെടുത്ത് കോൺഗ്രസിന്റെ അഭിവാദ്യമർപ്പിക്കൽ. പടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉദിനൂർ റെയിൽവേ ഗേറ്റ് പരിസരത്ത് മഞ്ഞക്കുറ്റി പറിച്ചെടുത്തത്. കേരളത്തെ പാരിസ്ഥിതികമായും സാമ്പത്തികമായും നശിപ്പിക്കുന്ന വിനാശകരമായ കേരയിൽ പദ്ധതി റദ്ദു ചെയ്ത കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ മഞ്ഞക്കുറ്റി പിഴുതുമാറ്റിയത്. പടന്ന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദിനൂർ റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്ന് പ്രകടനമായെത്തിയാണ് കേരയിൽ കുറ്റി പറിച്ചത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV അനിൽകുമാർ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV ജതീന്ദ്രൻ, തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി AG കമറുദ്ദീൻ, വൈസ് പ്രസിഡന്റ് PK താജുദ്ദീൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് T രതില, PV അനിൽകുമാർ, K ഫിറോസ്, P രവീന്ദ്രൻ നായർ, KP ജയദേവൻ, C സുരേഷ്, PP കുഞ്ഞികൃഷ്ണൻ, MV പ്രദീപ്, K അജിത, V ബാബുരാജ്, V ജയരാജൻ, K അനീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ. കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ. പിണറായിയുടെ കിരാതഭരണം. പിണറായിയുടെ കിരാതഭരണം. പിണറായിയുടെ കിരാതഭരണം. പിണറായിയുടെ കിരാതഭരണം. കേരള NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു. കേരള NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു. ശുചീകരണ പ്രവൃത്തി അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതുപോലെ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സ്ഥാപനങ്ങളിൽ ശുചീകരണം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ സമ്പന്നമായ ഒരു സമൂഹം ഉണ്ടാവുകയുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് ഇതുപോലെ ഒരു സംഘടന എന്നുള്ള നേതൃത്വത്തിൽ നടത്താൻ വേണ്ടി പോകുന്നത്. നാടും നഗരവും വീടുകളും മൊത്തം ശുചീകരിച്ചുകൊണ്ട് മഴക്കാലത്തുണ്ടാവുന്ന പകർച്ചവ്യാധികളെയും അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളെയും തടയുവാൻ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ നടത്തുന്നത്.
നമ്മൾ ഇതുപോലെ നടത്തുമ്പോൾ ഇപ്പോൾ പിന്നെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഭരണത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കീഴിലോ അല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം സാമൂഹ്യ മേഖലക്കകത്ത് അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലക്കകത്ത് ഏറ്റവും നന്നായി ഇടപെടുന്ന NGO യൂണിയൻ ഇതുപോലുള്ള ആരോഗ്യ മേഖലയെ കൂടി സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ പ്രവർത്തനം ഏറ്റെടുത്തതിൽ വളരെയധികം അതിയായ സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ FHSC എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയ FHSC. ആ FHSCക്കകത്തേക്ക് തന്നെ നിങ്ങളുടെ ഇതുപോലെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചീകരണം ഏറ്റെടുത്തതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കേരളം ഒട്ടുക്കും ഇന്ന് നോക്കിക്കാണുന്നത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇതുപോലെ ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. സി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ, കെ രാജീവൻ, HS ശ്രീകാന്ത്, കെ സവിത, VV രാധാമണി, ലജീഷ്, CV അജയകുമാർ, രാമചന്ദ്രൻ, കൈരളി എന്നിവർ സംസാരിച്ചു. കെ ജയേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള NGO യൂണിയൻ 63ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വലതുപക്ഷവൽക്കരണവും തൊഴിൽ മേഖലയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ CITU ജില്ലാ ജനറൽ സെക്രട്ടറി P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. 2026 ജൂൺ 11, 12, 13 തീയതികളിൽ കോട്ടയത്ത് വെച്ച് നടക്കുന്ന കേരള NGO യൂണിയൻ 63ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വലതുപക്ഷവൽക്കരണവും തൊഴിൽ മേഖലയും എന്ന വിഷയത്തിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം UDF മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് 2 ദിവസം മുമ്പ് നിയുക്ത മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിനകത്തെ തലമുതിർന്ന കോൺഗ്രസ് നേതാവിനെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? പഴയ പ്രതികരണം തന്നെയാണ്. 2001 പഴയ പ്രതികരണം തന്നെയാണ് ഉണ്ടായത്. ജീവനക്കാരെ തമ്മിലടിപ്പിച്ച സാഹചര്യം നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. അതേ സാഹചര്യം തന്നെയായിരുന്നു, അതേ പ്രതികരണം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇങ്ങനെ സാമ്പത്തിക രംഗത്ത് ഭയങ്കര പ്രയാസമാണ്, അതുകൊണ്ട് മുണ്ടു മുറുക്കി ഉടുക്കണം എന്ന നിലയിലേക്കുള്ള ഒരു വാദഗതി ഈ സമൂഹത്തിന് മുന്നിൽ മുൻകൂർ ജാമ്യമായി എടുക്കുകയാണ്. സമാനമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ പത്രവാർത്തകളെല്ലാം ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. ഇന്ധന ക്ഷാമം അതിരൂക്ഷമായി വരാൻ വേണ്ടി പോവുകയാണ്. മറ്റെല്ലാ രംഗത്തും വലിയ പ്രയാസം അനുഭവപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഒരുപക്ഷെ ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമീപഭാവിയിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കാവുന്ന നിലയിലേക്കുള്ള നിയന്ത്രണങ്ങൾ സമീപഭാവിയിൽ തന്നെ വരാൻ വേണ്ടി പോവുകയാണ്. ജില്ലാ പ്രസിഡന്റ് PK വിനോദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PR സ്മിത, K ഭാനുപ്രകാശ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി T ദാമോദരൻ സ്വാഗതവും ട്രഷറർ B വിജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആസ്ക് ആലമ്പാടിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പ്രമേഹ പരിശോധനയും BP പരിശോധനയും നടത്തി. ആസ്ക് മുൻ പ്രസിഡന്റ് മുസ്തഫ EA ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ആസ്ക് ആലമ്പാടിയുടെയും ചെങ്കള ഗ്രാമപഞ്ചായത്ത് കുടുംബക്ഷേമ ഉപകേന്ദ്രയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ പ്രമേഹ പരിശോധനയും BP പരിശോധനാ ക്യാമ്പും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സജ്ന എയുടെ നേതൃത്വത്തിൽ ആസ്ക് ക്ലബ്ബിൽ വെച്ച് നടന്നു. ആസ്ക് മുൻ പ്രസിഡന്റ് മുസ്തഫ EA ഉദ്ഘാടനം ചെയ്തു. ആസ്ക് പ്രസിഡന്റ് ഗപ്പു ആലമ്പാടി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ടീം അംഗങ്ങളായ സക്കരിയ കുറ്റിക്കോൽ, ഹാജി KM, മഹറൂഫ് മേനത്ത്, സിദ്ദിഖ് ബിസ്മില്ല, മറ്റ് ക്ലബ്ബ് അംഗങ്ങളായ ഇബ്രാഹിം മിഹ്റാജ്, അദ്ര മേനത്ത്, ഖാദർ കാഹു, സത്താർ ഫെബ്രി, ഉവൈസ് PV, ഷാഫി ദേളി, റിയാസ് TA, സിദ്ദിഖ് M, ഹാരിസ് ബിസ്മില്ല, ഖാദർ PM, ഷിഹാബ് CM, സാദിഖ് ഖത്തർ, സാദിഖ് മിറാജ്, ജുലാനി, റഹീം AR, റഫീഖ് റൈക്ക് തുടങ്ങിയവർ ക്യാമ്പ് നിയന്ത്രിച്ചു. ജനപങ്കാളിത്തം കൊണ്ട് ക്യാമ്പ് ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കന്നഡയിൽ സത്യവാചകം ചൊല്ലി MLA ആയി ചുമതലയേറ്റ AKM അഷ്റഫ്. മലയാളത്തിലും ഇംഗ്ലീഷിലും സത്യപ്രതിജ്ഞയ്ക്കിടയിൽ കന്നഡയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് നിയമസഭയിൽ വേറിട്ട അനുഭവമായി. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് പറഞ്ഞ VD സതീശനാണ് അധികാരത്തിൽ കയറിയ ഉടൻ 1000 കോടിയുടെ പെൻഷൻ വിതരണം ചെയ്തതെന്ന് MV ജയരാജൻ കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു.
അനന്തപുരം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പരിസര മലിനീകരണത്തിനും ദുർഗന്ധത്തിനും അടിയന്തര പരിഹാരം കാണാനും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാനും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. വിവിധയിടങ്ങളിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഐറിസ് ആർട്ട് സെന്റർ നടത്തുന്ന കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 23 വരെയാണ് പ്രദർശനം നടക്കുന്നത്. കാസർഗോഡ് ശോഭിക വെഡിംഗ്സിൽ വലിയ പെരുന്നാൾ വലിയ വൈബ് ഈദ് ക്യാമ്പയിന്റെ ലോഗോ ലോഞ്ച് നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.